വയനാട് പനമരം പാതിരിയമ്പത്ത് കർഷകന്റെ ഒരു ആത്മഹത്യാ ഭീഷണി എന്നൊരു വാർത്തയുണ്ട്. വനം വകുപ്പ് കോട്ടേഴ്സിന് മുകളിൽ കയറിയാണ് കീടനാശിനി കുപ്പിയുമായി കർഷകനായ CK കണ്ണൻ ഇപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തോട്. സുർജിത്ത് സ്ഥലത്തുണ്ടോ? എന്താണ് കണ്ണന്റെ ആവശ്യം? സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ്. നടവയലാണ് ഈ പ്രദേശം. നടവയൽ പാതിരിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. അതായത് റൗണ്ടപ്പ് കീടനാശിനി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശ്രമം. KC കണ്ണൻ അടിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട കർഷകനാണ്. അദ്ദേഹം കടം വാങ്ങിയും മറ്റും വലിയ രീതിയിൽ കൃഷി ഇറക്കിയതാണ്. ഇഞ്ചിയും മറ്റ് വിളകളും കൃഷി ഇറക്കിയതാണ്. പക്ഷേ കാട്ടാനയും കുരങ്ങും വലിയ രീതിയിൽ കൃഷിനാശം വരുത്തി വെച്ചു എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കയ്യിൽ കുപ്പിയും എന്തിക്കൊണ്ടാണ് കണ്ണൻ ഇങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ നടവയൽ പുഞ്ചവയൽ ഉൾപ്പെടെയുള്ള ആ മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ കാട്ടാനയുടെ ശല്യം ഉള്ള മേഖലയാണ്. നിരന്തരം കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ആ മേഖലയിൽ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്ഥലത്തുണ്ട്, നാട്ടുകാരുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കൃത്യമായ ശാശ്വതമായ ഒരു നടപടി വേണം. ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാനുള്ള ഇടപെടൽ ഉണ്ടാകണം. ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താഴേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. നടവയലിലെ വനം വകുപ്പിന്റെ കീഴിലുള്ള ക്വാർട്ടേഴ്സിന് മുകളിൽ കയറിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരിച്ച ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ ഹർത്താലാണിന്ന്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം ഇപ്പോൾ ഇവിടെ ഇതിനു മുകളിൽ, അതായത് കെട്ടിടത്തിന് മുകളിൽ കയറിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടവയൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. രാത്രികളിൽ പ്രത്യേകിച്ച് കാട്ടുകൊമ്പന്മാർ ഇറങ്ങി വലിയ രീതിയിൽ കൃഷി നശിപ്പിക്കുകയാണ്. നെൽകൃഷിക്കും അതോടൊപ്പം തന്നെ കമുകിനും അതോടൊപ്പം റബ്ബറും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ കാപ്പിച്ചെടികളടക്കം തകർക്കുന്ന തരത്തിൽ അങ്ങനെയാണ് ഒരു അവസ്ഥ. തെങ്ങ് കുത്തിമറിച്ചിടുന്ന അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട് വന്യമൃഗങ്ങൾ ആ മേഖലയിൽ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. സുർജിത്ത്, ഈ ആത്മഹത്യാ ഭീഷണിയും ഒക്കെ കടന്ന കൈയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ കയ്യിലൊരു കീടനാശിനി കുപ്പിയുമായി കൊടുംവെയിലത്ത് വീടിൻ്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കണമെങ്കിൽ കർഷകൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ തീവ്രത അത്രത്തോളം ഭയാനകമാകും. കാര്യം നമുക്കറിയാം, സുർജിത്ത് പറഞ്ഞതിൽ കൂടുതലും ആ മേഖലയിലെ കർഷകർ അങ്ങേയറ്റം നരകയാതന അനുഭവിക്കുന്ന വല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഈ കണ്ണനെ, അതിന് മുകളിലിരിക്കുന്ന കണ്ണനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഉറപ്പ് കൊടുത്ത് താഴേക്കിറക്കാനുള്ള നീക്കങ്ങൾ എന്താണ് ഉള്ളത് സുർജിത്ത്? അത്തരത്തിൽ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി കഴിയാത്ത വിധത്തിൽ അത്രയും വലിയ ഒരു മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. കാരണം അത്രമാത്രം വലിയ ബുദ്ധിമുട്ട് അവിടെയുണ്ട്. എന്തായാലും സ്ഥലത്തുള്ള ഒരാളുടെ പ്രതികരണം നമുക്ക് ലഭിക്കും അല്പസമയത്തിനകം. എന്തായാലും ഈ വലിയ ഒരു ദുരവസ്ഥ തന്നെയാണ് മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. ഒരാളുടെ പ്രശ്നമല്ല, അവിടെയുള്ള നടവയൽ പുഞ്ചവയൽ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. വലിയ രീതിയിൽ കൃഷിനാശം ആ മേഖലയിൽ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കണ്ണൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്, അടിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്. കടം വാങ്ങിയും അങ്ങനെ അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ആ ഇനത്തിൽ തന്നെ ഇഞ്ചി കൃഷി അടക്കം നടത്തിയതിൽ വലിയ രീതിയിലുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ആ വിളയാണ് ഇങ്ങനെ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഷ തെരഞ്ഞെടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചതെന്നാണ് കരുതുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ നടവയലിൽ മാത്രമല്ല, പുഞ്ചവയൽ അതോടൊപ്പം തന്നെ കേണിച്ചിറയുടെ വിവിധ ഭാഗങ്ങൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ശല്യം ഉണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബാധ്യതയുണ്ട്. ഈ ബാധ്യതയെ തുടർന്ന് വലിയ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും
ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഷ, അത് ആത്മഹത്യാ ശ്രമം എന്ന് നമുക്ക് വിളിക്കാമെങ്കിലും ഒരു കർഷകന്റെ അവസ്ഥ, അത് ആ അവസ്ഥ തന്നെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, ബുദ്ധിമുട്ട് അദ്ദേഹം എന്തായാലും എന്ത് ചെയ്തിട്ടും അധികാരികളുടെ ശ്രദ്ധ വരാതിരിക്കുമ്പോഴാണ് ശ്രദ്ധ കിട്ടാൻ അത്തരത്തിലൊരു സമരമാർഗത്തിലേക്ക്, അതിനെ സമരമാർഗം എന്ന് തന്നെയാണ് വിളിക്കുന്നത്, സമരമാർഗത്തിലേക്ക് ഇത് ആദ്യമായി ഉണ്ടാവുന്നതല്ല, കർഷകർ പോകാൻ നിർബന്ധിതരാവുന്നത്. എന്താണ് കണ്ണന്റെ പ്രശ്നം എന്ന് കേൾക്കാനും അത് പരിഹരിക്കുമെന്ന് ഉറപ്പിൽ അദ്ദേഹത്തെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് താഴേക്കിറക്കാനും നീക്കങ്ങൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.